ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67A അനുസരിച്ച് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെക്കുന്നുവെന്നായിരുന്നു രാജിക്കത്തിൽ ജഗദീപ് ധൻഖർ കുറിച്ചത്. എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67A? ഉപരാഷ്ട്രപതിയുടെ രാജി നടപടിക്രമങ്ങൾ വിവരിക്കുന്നതാണിത്. ഒരു ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയെ അഭിസംബോധന ചെയ്ത് സ്വന്തം കൈപ്പടയിൽ രാജി എഴുതി സ്ഥാനം രാജിവെക്കാം. ഈ വ്യവസ്ഥ ഉപരാഷ്ട്രപതിക്ക് 5 വർഷത്തെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് എപ്പോൾ വേണമെങ്കിലും സ്വമേധയാ രാജിവെക്കാൻ അനുവദിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് രേഖാമൂലമുള്ള രാജി സമർപ്പിക്കുക എന്നതാണ് ഇതിന്റെ സാരം. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ രാജി ഉടനടി പ്രാബല്യത്തിൽ വരും. കൂടാതെ ഓഫീസ് ഒഴിഞ്ഞുകിടക്കുന്നതായും കണക്കാക്കപ്പെടുന്നു. ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി വ്യക്തമാക്കുന്ന ആർട്ടിക്കിൾ 67 പ്രകാരമുള്ള ഒരു ഉപവകുപ്പാണിത്. മറ്റൊരു സാധ്യത സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുക എന്നതാണ്. ക്ലോസ് B പ്രകാരം രാജ്യസഭയിലെ മുഴുവൻ അംഗങ്ങളിൽ ഭൂരിഭാഗവും പിന്തുണയ്ക്കുന്ന പ്രമേയം പാസാക്കിയാൽ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാൻ കഴിയും. ഈ പ്രമേയം ലോക്സഭയും അംഗീകരിക്കണം. അത്തരമൊരു പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുൻപ് കുറഞ്ഞത് 14 ദിവസത്തെ നോട്ടീസ് നൽകണം. ഉപരാഷ്ട്രപതിയുടെ 5 വർഷത്തെ കാലാവധി അവസാനിച്ചാലും പുതിയ ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുകയും ചുമതലയേൽക്കുകയും ചെയ്യുന്നതുവരെ അവർ സ്ഥാനത്ത് തുടരുമെന്ന് ക്ലോസ് C പറയുന്നു. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ പദവിയിൽ പെട്ടെന്ന് ഒഴിവുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണിത്. ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഒഴിവ് വന്ന് 60 ദിവസത്തിനുള്ളിൽ അടുത്ത ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുപ്പിനുള്ള ഔദ്യോഗിക ഷെഡ്യൂൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും. ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെടെ അടങ്ങുന്ന ഒരു ഇലക്ട്രൽ കോളേജാണ് വോട്ടെടുപ്പ് നടത്തുന്നത്. 64-കാരനായ ധൻഖർ 2022 ഓഗസ്റ്റിലാണ് അധികാരമേറ്റത്. 2027 വരെയായിരുന്നു കാലാവധി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.